എക്സാലോജിക് CMRL ഇടപാടിൽ SFIO റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് ഹൈക്കോടതി നീട്ടി. 4 മാസത്തേക്ക് കൂടിയാണ് വിലക്ക് നീട്ടിയത്. CMRL നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നടപടി. അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങൾ നൽകും. മുസ്തഫ, CMRLനും മറ്റു പ്രതികൾക്കും ആശ്വാസം. എങ്ങനെയായിരുന്നു കോടതി നടപടി? സൈഫുദ്ദീൻ, നേരത്തെ തന്നെ ഈ വിലക്ക് ഹൈക്കോടതി ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ എടുക്കുന്നതിന് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 5 ആഴ്ച കഴിഞ്ഞ് കേന്ദ്ര കമ്പനകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു മറുപടി നൽകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറയുകയും ചെയ്തിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ ഹർജി പരിഗണിച്ചതിന് ശേഷം, അന്ന് അവധിക്കാല ബെഞ്ചായിരുന്നു, ആ അവധിക്കാലത്തിന് ശേഷം ഇന്ന് വീണ്ടും ഈ വിഷയം പരിഗണിച്ച സാഹചര്യത്തിലാണ് ആ വിലക്ക് 4 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. CMRLാണ് കോടതിയെ സമീപിച്ചത്. ക്രിമിനൽ നടപടി പ്രകാരം അനുസരിച്ചല്ല കോടതിയിലെ നടപടികൾ എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ കേന്ദ്ര സർക്കാർ അന്ന് മറുപടിയായി നൽകിയിരുന്നു. എന്നാൽ അത് കോടതി അന്ന് അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല. ഒപ്പം തന്നെ പ്രതി ചേർക്കപ്പെട്ടവരുടെ വാദം കേൾക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ CMRL മുന്നോട്ട് വെച്ചിരുന്നു. പ്രതിപട്ടികയിലുള്ളവരുടെ ഭാഗം വിചാരണ കോടതി കേട്ടില്ല. ക്രിമിനൽ നടപടിക്രമത്തിന് വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ നടപടി. അങ്ങനെ ഒരു അന്തിമ റിപ്പോർട്ട് അംഗീകരിക്കുകയോ അതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നത് ക്രിമിനൽ നടപടി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നതുൾപ്പെടെയുള്ളതായിരുന്നു CMRLന്റെ വാദം. അത് അംഗീകരിച്ചാണ് അന്ന് ഹൈക്കോടതി ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തുകയും ഒപ്പം തന്നെ നിലവിലെ സ്ഥിതി തുടരാനുമൊക്കെ അവധിക്കാല ബെഞ്ച് നിർദ്ദേശിച്ചത്. ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് 4 മാസത്തേക്ക് കൂടി ആ വിലക്ക് നീട്ടിയത്. എന്തായാലും നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ താൽക്കാലിക ആശ്വാസമാണ്. അതുവരേക്ക് 4 മാസത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ തൽസ്ഥിതി തുടരുകയും ചെയ്യണം. അഹമ്മദ് മുസ്തഫ, കൊച്ചിയിൽ നിന്ന്.